ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം 6 മാസത്തിനുള്ളിൽ വലിയ രാഷ്ട്രീയ ഭൂചലനമുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു. 20ലധികം കക്ഷികൾ ഭാഗമായ ഇന്ത്യ സഖ്യത്തെ പരിഹസിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകൾ. ജനങ്ങളുടെ ഓരോ വോട്ടും രാജ്യത്തിന്റെ ദിശ മാറ്റാൻ സഹായിക്കുമെന്നും ഫലപ്രഖ്യാപനത്തോടെ കുടുംബാധിപത്യം പുലർത്തുന്ന പാർട്ടികൾ ശിഥിലമാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ബംഗാളിലെ കാക്ദ്വീപിൽ പൊതുയോഗത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഈ വാക്കുകൾ പറഞ്ഞത്. യാതൊരു ലക്ഷ്യബോധവുമില്ലാതെ നടക്കുന്ന നേതാക്കളെക്കുറിച്ച് പ്രവർത്തകരുടെ ഇടയിലും നിരാശ വന്നിരിക്കുകയാണ്. കുടുംബ പാർട്ടികൾ ഇല്ലാതാകുന്നതോടെ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റ് രാജ്യം വൈകാതെ കാണും. 6 മാസത്തിനുള്ളിൽ വികസനത്തിന്റെ കുതിപ്പാണ് പുതിയ സർക്കാരിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. അതേപോലെ 6 മാസത്തിനുള്ളിൽ തന്നെ ഒരു രാഷ്ട്രീയ ഭൂചലനവും ഉണ്ടാകും. കുടുംബ പാർട്ടികളുടെ പ്രവർത്തകരുടെ ഇടയിൽ നിരാശ അതിന്റെ മൂർധന്യാവസ്ഥയിലാണ്. ഈ നേതാക്കളെ ആളുകൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങളുടെ ഓരോ വോട്ടും വികസനത്തിന് വേണ്ടിയുള്ളതാകണം. ബംഗാളിൽ ഇപ്പോൾ ദുർഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യുവാക്കളുടെ അവസരങ്ങൾ നുഴഞ്ഞുകയറ്റക്കാർ തട്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. CAA-ക്കെതിരെ പ്രതിഷേധിച്ചവർ നുഴഞ്ഞുകയറ്റക്കാരെ ഇവിടെ താമസിപ്പിക്കാൻ നടക്കുകയാണ്. പ്രീണനത്തിന് വേണ്ടി നമ്മുടെ ഭരണഘടനയെ പോലും ഇക്കൂട്ടർ വെറുതെ വിടുന്നില്ല. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കാണ് ഭരണഘടനയിലൂടെ സംവരണം ഉറപ്പാക്കുന്നത്. എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് മുഴുവൻ മുസ്ലിം സമുദായത്തിനും OBC പദവി നൽകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത്. കൊൽക്കത്ത ഹൈക്കോടതി ഈ സർട്ടിഫിക്കറ്റുകൾ റദ്ദാക്കി. എന്നിട്ടും പ്രീണനത്തിന്റെ ഭാഗമായി അവർ മുസ്ലിങ്ങളോട് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. അതേസമയം ഇനിയും ഒരു മോദി യുഗം തന്നെ വരുമോ എന്ന ആകാംക്ഷയിലാണ് ജനങ്ങൾ. വോട്ടെടുപ്പിന്റെ അവസാന ഘട്ടം പൂർത്തിയാകുമ്പോഴേക്കും ആരായിരിക്കും ഇനി ഭരണത്തിലേക്ക് വരുന്നത്, ആരായിരിക്കും പ്രധാനമന്ത്രിയാകുന്നത്, മോദി തന്നെ വീണ്ടും ഭരണ കസേര സ്വന്തമാക്കുമോ എന്നെല്ലാമുള്ള ചർച്ചകളിലാണ് ഓരോ ജനങ്ങളും. എന്നാൽ മോദിക്ക് ഒരിക്കലും 400 സീറ്റ് അല്ലെങ്കിൽ BJPക്ക് ഒരിക്കലും 400 സീറ്റ് പൂർത്തിയാക്കാൻ കഴിയില്ല എന്നൊരു ആത്മവിശ്വാസം പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 2 ക്യാമ്പുകൾ രൂപീകരിച്ചിട്ടുണ്ടെന്നും ഭരണത്തിൽ വരുന്നത് ആരാണെന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളാണ് എന്നുമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുന്നത്. ഒരു വശത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണെങ്കിൽ മറുവശത്ത് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ഒക്കെയാണ്. ഇവരിൽ ആർക്കാണ് ഭരണം നൽകേണ്ടതെന്ന് ജനങ്ങളാണ് തീരുമാനിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു വശത്ത് 12 ലക്ഷം കോടി രൂപയുടെ അഴിമതി നടത്തിയ ആളുകളുടെ സഖ്യമാണുള്ളത്. മറുവശത്ത് BJPയും അവരുടെ നേതാവുമുണ്ട്. 25 പൈസയുടെ അഴിമതി ആരോപണം പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെയും നേരിട്ടിട്ടില്ല. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിന് ശേഷം നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് മോദി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്നും അമിത് ഷാ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വരുന്നതോടെ തങ്ങളുടെ പരാജയത്തിന് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും എല്ലാം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ കുറ്റപ്പെടുത്തും. ജൂൺ 4-ന് വോട്ടെണ്ണൽ നടന്നതിന് ശേഷം ഈ കാര്യം പറഞ്ഞ മാധ്യമങ്ങളെ അവർ കാണും എന്നുമാണ് അമിത് ഷാ പറയുന്നത്.